Adobe Photoshop ടൂൾസിലെ നെക്സ്റ്റ് വീഡിയോ ഫങ്ഷൻസ് ആൻഡ് ഓപ്ഷൻസ് ഓഫ് എ പാത്ത് പാർട്ട് 2. ഇപ്പൊ നമ്മൾ ബേസിക്കലി ഒരു പാത്ത് ഫില്ല് ചെയ്യാണല്ലോ ചെയ്തത്. ഇനി നമുക്ക് എങ്ങനെ അതിൽ സ്ട്രോക്ക് കൊടുക്കുന്നു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ സ്ട്രോക്ക് പാത്ത് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയുടെ ഉള്ളിൽ നമ്മൾ ഓക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ബ്രഷ് ടൂള് ആ പാത്തിന്റെ മുകളിൽ വരും. കണ്ടോ, ഇതായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിരുന്ന ബ്രഷ്. നമുക്കിത് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കർവ് ഇവിടെ വരയ്ക്കുകയാണ്, കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇത് സ്ട്രോക്ക് പാത്ത് കൊടുക്കുന്നതിന് മുമ്പ് ബ്രഷ് ടൂൾ എടുത്തിട്ട് ഇവിടെ വന്ന് ബ്രഷ് ചേഞ്ച് ചെയ്യാണ്. നമ്മളിത് ചേഞ്ച് ചെയ്തിട്ട് ഏത് ബ്രഷ് കൊടുക്കുന്നോ ആ ഒരു ബ്രഷ് ആയിരിക്കും ഈ പാത്തിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനപ്പോൾ അതിൻ്റെ സൈസ് കുറച്ചിട്ടു. അതേപോലെ തന്നെ ഹാർഡ്നെസ് ഇപ്പോൾ 0-ലാണ്. അത് ഞാൻ കൂട്ടി ഒരു 100-ലേക്ക് ഇടുകയാണ്. തിരിച്ച് ഞാൻ ഇവിടെ വന്ന് പെൻ ടൂൾ എടുത്തിട്ട് വീണ്ടും സ്ട്രോക്ക് പാത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് വരും. ബ്രഷ് വേണോ, പെൻസിൽ വേണോ, അതോ ഇറേസർ വേണോ, അങ്ങനെ ഇതിലുള്ളതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഏതെടുക്കുകയാണെന്നുണ്ടെങ്കിലും ബ്രഷ് വെച്ച് സാധാരണ നമ്മൾ വരയ്ക്കുന്നതിന് പകരം നമ്മൾ കൊടുത്ത പാത്തിൻ്റെ മുകളിൽ കൂടെ ആ ഒരു ടൂള് അപ്ലൈ ചെയ്യും. തൽക്കാലം ഞാൻ ബ്രഷ് തന്നെ എടുക്കുകയാണ്. ഇവിടെ സ്റ്റിമുലേറ്റ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം, പക്ഷെ തൽക്കാലം നമുക്കത് അൺചെക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ ആ എടുത്ത ബ്രഷാണ് ഈ പാത്തിൻ്റെ മുകളിൽ കൂടെ വരച്ചേക്കുന്നത്. നമ്മൾ ഇനി പാത്ത് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ആ പാത്ത് ഒന്ന് അവിടെ നിന്ന് നീക്കി വെക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ബ്രഷ് സെറ്റിങ്സിൽ വരിക. ഇപ്പോൾ ബ്രഷ് ആക്റ്റീവ് ആയിരുന്നില്ല, നമ്മൾ അവിടെ ചെന്ന് ബ്രഷ് ടൂൾ എടുത്തു കഴിയുമ്പോൾ അത് ആക്റ്റീവ് ആവും. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഷേപ്പ് ഡൈനാമിക്സ് ചെക്ക് ചെയ്തിടുക. അതേപോലെ സൈസ് ജിറ്റർ 0 അല്ലാന്ന് കൺഫേം ചെയ്യുക. കാരണം ഷേപ്പ് ഡൈനാമിക്സും സൈസ് ജിറ്ററും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്റ്റിമുലേറ്റ് പ്രഷർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കൂ. സ്റ്റിമുലേറ്റ് പ്രഷർ എന്താണെന്ന് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രഷ് പെയിൻറ്റിൽ മുക്കിയ ഒരു പേപ്പറിലൂടെ വരയ്ക്കുമ്പോൾ ആദ്യം ബ്രഷ് ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് പെയിൻറ് വരുന്നതിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. പിന്നീടാണ് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് പെയിൻറ് കൂടുതലായിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ പേപ്പറിൽ നിന്ന് ബ്രഷ് എടുക്കാൻ നേരത്ത് കൊടുക്കുന്ന പ്രഷറിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരും. അപ്പോൾ അത്രയും ഭാഗത്ത് പെയിൻറ് വരുന്നത് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യമാണ് സ്റ്റിമുലേറ്റ് പ്രഷറും ഷേപ്പ് ഡൈനാമിക്സും യൂസ് ചെയ്തിട്ട് പാത്ത് ടൂള് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രഷിൻ്റെ പ്രോപ്പർട്ടി മാറ്റിയിട്ട് എനിക്ക് ആവശ്യമുള്ള ഒരു ബ്രഷ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്ക് പാത്ത് കൊടുക്കാം. അപ്പോൾ ഈ വന്ന പുതിയ സ്ട്രോക്കിന് നമുക്ക് നേരത്തെ വന്നതിൽ നിന്നുള്ള വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. നമുക്ക് പാത്ത് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇത് ഒന്നുകൂടെ നീക്കി വെക്കാം. ഇനി നമുക്ക് ഒരിക്കൽ കൂടെ സ്ട്രോക്ക് പാത്ത് കൊടുക്കാം. പക്ഷേ ഇത്തവണ നമ്മൾ സിമുലേറ്റ് പ്രഷർ ഓഫ് ചെയ്തിടും. അപ്പോൾ വ്യത്യാസം വന്നേക്കുന്നത് വേണ്ടോ, സെയിം ബ്രഷാണിത്. അതേസമയം രണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും തമ്മിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് സിമുലേറ്റ് പ്രഷർ ഉപയോഗിക്കുന്നത്. ഒരു പാത്ത് വച്ചിട്ട് നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് മാസ്ക് ചെയ്യാനാണ്. നമ്മൾ പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ മുകളിൽ മാസ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പോർഷൻ ഒഴിച്ച് ബാക്കിയൊക്കെ മാസ്ക് ചെയ്ത് കളയും. ഇവിടെ ഈ ലെയറിൻ്റെ മുകളിൽ മാസ്ക് വന്നേക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം നമുക്ക് ഈ പാത്ത് മൂവ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്യാം. അതിനനുസരിച്ച് മാസ്കിനും വ്യത്യാസം വരും. മുകളിൽ നിന്ന് മാത്രമല്ല, റൈറ്റ് ക്ലിക്ക് ചെയ്താലും നമുക്ക് മാസ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പാത്ത് ടൂളിൽ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്.